നമസ്കാരം, ജയനാണ്. അപ്പൊ ടാറ്റ പഞ്ചിന്റെ ഇവിയും എത്തിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ലോഞ്ചിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ചിലർക്കൊക്കെ ഒരു ഡൗട്ട്, ഏതൊക്കെ വേരിയൻസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്, പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ ഡൗട്ട് വരുന്നു. പല വിലകൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും നെക്സണും ടിയാഗോയ്ക്കും ടിഗോറിന്റെ ഇവിയുടെ ഒക്കെ പുറകെ ടാറ്റയുടെ പഞ്ചിന്റെ ഇവിയും കൂടെ വന്നിരിക്കുകയാണ്. എന്തായാലും നെക്സനെ കഴിഞ്ഞ് താഴ്ന്ന ഒരു വിലയിൽ തന്നെയായിരിക്കും ഇതെല്ലാം വരാൻ പോകുന്നത്. പഞ്ചിന്റെ ഇവി വരാൻ പോകുന്നത്, നെക്സന്റെ മുകളിലേക്ക് ഒരു റേറ്റ് എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിനെ കുറിച്ച്, പ്രൈസിനെ കുറിച്ചൊന്നും ഒരു അനൗൺസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള, എന്തൊക്കെ വേരിയൻസ് ഉണ്ട്, ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓരോ വേരിയൻസിലുള്ളതെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പം നിങ്ങളിത് ചാനലിൽ പുതിയതായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഞ്ചിന്റെ ഇവിയുടെ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം. ആദ്യം തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നോക്കാം. ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഇവി വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ടെക്നോളജിയും പെർഫോമൻസും സ്പേസും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പുത്തൻ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഈ ടാറ്റ പഞ്ചിന്റെ ഇവി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളല്ല, അതായത് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത്. വരാനിരിക്കുന്ന സഫാരിയുടെ ഇത് തന്നെയാണ് കേട്ടോ പ്ലാറ്റ്ഫോം. അതായത് സഫാരിയും കർവും എല്ലാം വരാനുണ്ട്. ഇതിന്റെ എല്ലാ പ്ലാറ്റ്ഫോം ഇത് തന്നെയായിരിക്കും, ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും. ഇവിയുടെ പ്ലാറ്റ്ഫോം, ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം തന്നെ ടാറ്റയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും, എക്സ്റ്റൻഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നു കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡാസോ L2 ലെവൽ 2 അഡാസും അതുപോലെ L2+ അഡാസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും, ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും, അതുപോലെ തന്നെ ബാറ്ററി, പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി ഉപയോഗിക്കുന്നു, ചാർജിങ് പോയിന്റ് ഓപ്ഷൻസും അങ്ങനെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ടാറ്റ ഇത്തവണ വന്നിരിക്കുന്നത്. അതിൽ തന്നെയാണ് പഞ്ചും ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത് പുതിയതായിട്ടുള്ളത്. ചാർജിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 3.3 കിലോവാട്ടിന്റെ ചാർജറും അതുപോലെ 7.2 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും ഇത് രണ്ടും ഈ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാറ്ററി ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സണിൽ നേരത്തെ ഉണ്ടാകുന്ന ലോങ് റേഞ്ചും അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ 2 ഓപ്ഷൻസ് ബാറ്ററിയുമായിട്ടാണ് പഞ്ച് വരുന്നത്. ലോങ് റേഞ്ചിൽ വരുമ്പോഴത്തേക്കും 400 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. ഷോർട്ട് റേഞ്ചിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ 300 കിലോമീറ്റർ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ടൈപ്പ് ഓഫ് ബാറ്ററി അല്ലെങ്കിൽ റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്, ലോങ് റേഞ്ചും അതുപോലെ സ്റ്റാൻഡേർഡും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വേരിയന്റിൽ തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്മാർട്ടും സ്മാർട്ട് പ്ലസും പിന്നീട് അഡ്വഞ്ചർ മോഡൽ, അതുപോലെ എംപവേർഡ് പ്ലസ്, ഇങ്ങനെ 5 വേരിയൻസ് ആണ് വരുന്നത്. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 300 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ബാറ്ററിയുടെ മോഡലിൽ കിട്ടും. അതുപോലെ 400 കിലോമീറ്റർ റേഞ്ച് വരുന്ന ബാറ്ററിയുടെ ലോങ് റേഞ്ച് വെർഷനിലേക്ക് വരുമ്പോഴത്തേക്കും 3 വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് അഡ്വഞ്ചർ വരുന്നുണ്ട്, എംപവേർഡ് വരുന്നുണ്ട്, എംപവേർഡ് പ്ലസ് വരുന്നുണ്ട്. അതായത് സ്മാർട്ടും സ്മാർട്ട് പ്ലസുമായ ബേസ് വേരിയൻസ് ഈ ലോങ് റേഞ്ച് വരുന്ന മോഡലിൽ ഉണ്ടാവുകയില്ല. അത് താരതമ്യേന നല്ല പ്രൈസ് കൂടുതലുള്ളതായിരിക്കും, ഫീച്ചേഴ്സും കൂടുതൽ. ഇനി നമുക്ക് ബേസ് മോഡലായ സ്മാർട്ടിലും സ്മാർട്ട് പ്ലസിലും എന്തൊക്കെയായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് അതിൽ വരുന്നത്, എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ LED ഹെഡ് ലാംസ് ആണ് വരുന്നത്. നമുക്ക് നെക്സണിൽ കണ്ട അതേ ഹെഡ് ലാംസ്, കണക്റ്റഡ് DRLസുമായിട്ട് വരുന്ന ഹെഡ് ലാംസ് ആണ് വരുന്നത്. കണക്റ്റഡ് DRL, വെൽക്കം നോട്ടുള്ള DRL വരുന്നുണ്ട്. അതുപോലെ മൾട്ടി മോഡ് റീജൻ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് പറഞ്ഞ എയർ ബാഗുകൾ 6 വരുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എയർ ബാഗുകളാണ് മിക്ക വണ്ടികളും തന്നെ, സ്റ്റാൻഡേർഡ് എയർ ബാഗ്സ്. ഇപ്പോൾ അത് സേഫ്റ്റി റൂൾസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 6 എയർ ബാഗ് എല്ലാ വണ്ടിക്കും വേണമെന്നുള്ളത് വന്നിട്ടുണ്ട്. സ്മാർട്ടിൽ ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സ്മാർട്ട് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും സൺറൂഫ് ഓപ്ഷണലായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്മാർട്ട് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കൂടുതലായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫ് വരുന്നുണ്ടെന്നുള്ളതാണ്. LED പ്രൊജക്ടർ ലൈറ്റിന്റെ ഹെഡ് ലാമ്പിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ നെക്സണിൽ കണ്ടിരുന്നു, ഇപ്പോൾ പുതിയ വന്ന ഹാരിയറിലും സഫാരിയിലും ഒക്കെ കണ്ടിരുന്നുണ്ടോ. ഈ വരുന്ന ആ ഒരു ഹെഡ് ലാമ്പും പ്രൊജക്ടർ ഹെഡ് ലാമ്പും അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRLും അതിപ്പോൾ കോമൺ ആയിട്ട് ടാറ്റ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അതുപോലെ സ്മാർട്ടിലാണെങ്കിൽ സ്മാർട്ട് പ്ലസിലാണെങ്കിൽ ഒറ്റ ഒരു കളറാണ് കേട്ടോ അവൈലബിൾ ഉള്ളൂ. പ്രിസ്റ്റീൻ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു കളർ മാത്രമാണ് ഈ ബേസ് വേരിയന്റ് അവൈലബിൾ ഉള്ളൂ. അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ആണ് കേട്ടോ. അഡ്വഞ്ചറിൽ നമുക്ക് സ്മാർട്ടിലും സ്മാർട്ട് പ്ലസിലും ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തായിട്ടാണ് ഉള്ളത് നോക്കാം. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്ലസ് ആയിട്ട് വരുന്നത് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഫ്രണ്ടിൽ LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് ബേസ് വേരിയന്റ് അവൈലബിൾ ആണ്. അതുപോലെ കോർണർ ഫംഗ്ഷനോട് കൂടിയ LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ 17.78 സെന്റിമീറ്റർ ഇൻഫോർടൈൻമെന്റ് ഹർമന്റെ സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേയും വരുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഡ്യുവൽ കൺട്രോൾ നോബ്, നമ്മൾ നെക്സണിലും ഹാരിയറിലൊക്കെ വന്നിരുന്ന ഒരു നോബ് കണ്ടിരുന്നു, അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് ഓപ്ഷണലായിട്ടാണ് വെച്ചിരിക്കുന്നത്. കളറുകൾ എന്ന് പറഞ്ഞാൽ 4 കളേഴ്സാണ് അവൈലബിൾ കേട്ടോ. സൺറൂഫ് വരുന്ന മോഡലിൽ മാത്രം ഡ്യുവൽ ടോൺ ഉണ്ട്, ബാക്കി എല്ലാത്തിലും മോണോടോൺ ആയിരിക്കും വരുന്നത്. പഴയ പഞ്ചിനെ കഴിഞ്ഞും, അതായത് IC വേരിയന്റിനെ കഴിഞ്ഞും പുതിയ 10 കാര്യങ്ങളാണ് കേട്ടോ ആഡ് ചെയ്ത്. അതായത് ഹെഡ് ലാമ്പും LED കണക്റ്റഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് അവിടെ ഒരു ട്രങ്ക് കിട്ടും, അല്ലെങ്കിൽ അതിന് ഫ്രങ്ക് എന്ന് പറയാം. EPB വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് കേട്ടോ.
അതുപോലെ 360 ക്യാമറ വരുന്നുണ്ട്, RKDV എന്ന് പറയുന്ന ആപ്പ് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ വോയിസ് കമാൻഡ്സ് വരുന്നുണ്ട്, ലെതറൈറ്റ് ആയിട്ടുള്ള വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ എയർ പ്യൂരിഫയർ വിത്ത് AQI ഡിസ്പ്ലേ വരുന്നുണ്ട്, SOS ഫംഗ്ഷൻ വരുന്നുണ്ട്, DC ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ പത്തോളം പുതിയ ഫീച്ചേഴ്സ് ആണ് പഴയ വേരിയന്റ് അല്ലെങ്കിൽ പഴയ ICE മോഡലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പുതിയ പഞ്ചിലായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ വെന്റിലേറ്റഡ് സീറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള എംപവേർഡ് പ്ലസിൽ മാത്രമായിട്ട് അവൈലബിൾ ഉള്ള ഫീച്ചറാണ് കേട്ടോ. അടുത്ത എംപവേർഡിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അഡ്വഞ്ചർ മോഡലിനെ കഴിഞ്ഞ് പ്ലസ് ആയിട്ട് വരുന്ന എംപവേർഡിൽ എന്തൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് നോക്കാം. 16 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, എയർ പ്യൂരിഫയർ ഓൾറെഡി നമുക്ക് അഡ്വഞ്ചറിൽ ഉണ്ടായിരുന്നു, ഓട്ടോ ഫോൾഡ് ORVM വരുന്നുണ്ട്, അതുപോലെ 17.78 സെന്റിമീറ്ററിന്റെ ഡിജിറ്റൽ കോക്പിറ്റ് വരുന്നുണ്ട്, SOS ഫംഗ്ഷൻ, പിന്നെ 14 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കേട്ടോ ഹർമാന്റെ ഇതിൽ വരുന്നത്. സൺറൂഫ് ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണ്, ഡുവൽ ടോൺ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഡുവൽ ടോൺ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫ് ഉള്ള മോഡലിൽ മാത്രമാണ് അവൈലബിൾ. അതുപോലെ എംപവേർഡ് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്ക് ടോപ്പ് എൻഡ് ഇതാണ് കേട്ടോ. അതിലേക്ക് കൂടുതലായിട്ട് വരുന്നത് പറഞ്ഞാൽ ലെതറൈറ്റ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും, അത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതുപോലെ 360 ക്യാമറ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ കിട്ടുന്നുണ്ട്. വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ RKDV ആപ്പ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. സ്മാർട്ട് ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള വയർലെസ് ആയിട്ടുള്ള ചാർജിങ് പോയിന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓപ്ഷൻ അല്ലാതെ ഉള്ള ഫീച്ചറാണ്. അതുപോലെ 26 സെന്റിമീറ്റർ ഡിജിറ്റൽ കോക്പിറ്റ് ആണ് വരുന്നത്. അതായത് 14 ഇഞ്ചിന്റെ ആണ് രണ്ടും വരുന്നത്, ഇൻഫോർടൈൻമെന്റും അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വരുന്നത് 14 ഇഞ്ചിന്റെ തന്നെ ആയിരിക്കും കേട്ടോ. അത് ഈ ടോപ്പ് ആയിട്ടുള്ള വേരിയന്റിൽ മാത്രമാണ് ഇത്ര എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ കേട്ടോ. ഇനി നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5 കളേഴ്സ് ആണ് വരുന്നത്. ഈ എംപവേർഡ് ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എംപവേർഡ് പ്ലസിൽ മാത്രമാണ് വരുന്ന ഓപ്ഷനാണ്. ബാക്കി 4 കളറുകളാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു. 5 കളറുകളാണ് മൊത്തത്തിൽ വരുന്നത്. അതുപോലെ 400 കിലോമീറ്റർ റേഞ്ചുള്ള ലോങ് റേഞ്ച് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് 3 വേരിയൻസ് ആണ് കേട്ടോ അവൈലബിൾ ഉള്ള. അഡ്വഞ്ചറും എംപവേർഡ് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ തന്നെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് ഓപ്ഷൻ്റെ വ്യത്യാസമുണ്ട്. 2 ടൈപ്പ് ചാർജർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3.3 കിലോ വാട്ടിൻ്റെയും 7.2 കിലോ വാട്ടിൻ്റെയും ചാർജറുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം ഇതിൽ വരുന്നത് കേട്ടോ. ലോങ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് 3 വേരിയൻസ് മാത്രമേ ഉള്ളൂ. അതിൽ 5 കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർ വിത്തൗട്ട് നമുക്ക് സൺറൂഫ് ഉള്ള വേരിയൻസും അവൈലബിൾ ആണ്. അപ്പോൾ സൺറൂഫ് ഉള്ള വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് റേറ്റ് കുറച്ച് കൂടുതൽ വരും. അതിലേക്ക് വരുമ്പോഴത്തേക്കും സൺറൂഫ് ഉള്ള മോഡലിൽ മാത്രമാണ് ഡ്യുവൽ ടോൺ കളറുകൾ വരുന്നത് കേട്ടോ. അതായത് എംപവേർഡ് അഡ്വഞ്ചർ എന്ന് പറയുന്ന മോഡൽ. എംപവേർഡിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം തന്നെ സൺറൂഫ് ഉള്ള മോഡലാണെങ്കിൽ ഇല്ലാത്ത മോഡലാണെങ്കിലും ഡ്യുവൽ ടോൺ കളറുകൾ തന്നെയാണ് വരുന്നത്.